السلام عليكم ورحمة الله وبركاته. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹധരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സൂറത്തു സജ്ദയുടെ 9-ാമത്തെ പാർട്ടിൽ 23 മുതൽ 25 വരെയുള്ള ആയത്തിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. 23-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലഖദ് ആതൈനാ മൂസൽ കിതാബ ഫലാ തകും ഫീ മിര്യത്തിൻ മിൻ ലിഖാഇഹി വജഅൽനാഹു ഹുദൽ ലിബനി ഇസ്രായീൽ. മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകുകയുണ്ടായിട്ടുണ്ട്, എന്നാൽ അതിൻ്റെ അഥവാ അദ്ദേഹത്തിൻ്റെ കാഴ്ചയെക്കുറിച്ച് നീ യാതൊരു ആശങ്കയിലും ആകേണ്ടതില്ല. നാം അതിനെ അഥവാ അദ്ദേഹത്തെ ഇസ്രായേൽ സന്തതികൾക്ക് മാർഗദർശനമാക്കുകയും ചെയ്തു. വലഖദ് ആതൈന നാം നൽകിയിട്ടുണ്ട് മൂസാക്ക് അൽ കിതാബ വേദഗ്രന്ഥത്തെ ഫലാ തകുൻ എന്നാൽ നീ ആകരുത് ഫി മിരിയത്തിൻ ഒരു ആശങ്കയിലും സംശയത്തിലും മിൻ ലിഖാഇഹി അദ്ദേഹത്തിൻ്റെ കാഴ്ചയെ ഏറ്റെടുക്കലിനെപ്പറ്റി വജഅൽനാഹു അദ്ദേഹത്തെ അതിനെ നാം ആക്കുകയും ചെയ്തു ഹുദൻ മാർഗദർശനം ലി ബനി ഇസ്രായേൽ സന്തതികൾക്ക്. അപ്പോൾ നിനക്ക് വേദഗ്രന്ഥം നൽകിയതുപോലെ നിന്റെ മുമ്പ് കഴിഞ്ഞുപോയ മൂസ അലൈഹിസ്സലാമിനും വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. നീ മൂസ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടിയതിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ നിനക്ക് സംശയം വേണ്ടതില്ല. ഇസ്രായേൽ ജനങ്ങൾക്ക് ഇറക്കിക്കൊടുത്ത വേദഗ്രന്ഥം അവരെ സന്മാർഗത്തിലേക്ക് അല്ലെങ്കിൽ മൂസ അലൈഹിസ്സലാം അവരെ സന്മാർഗത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യും എന്നതാണ് ഈ ആയത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഉദ്ദേശമായി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇവിടെ വലഖദ് ആതൈനാ മൂസൽ കിതാബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നബിയെ നിനക്ക് മുമ്പും മൂസ അലൈഹിസ്സലാമിന് വേദഗ്രന്ഥം നാം നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു പുതുതായി കൊണ്ട് ഒരു വേദഗ്രന്ഥം നൽകി. അതുപോലെ തന്നെ അങ്ങനെ ഒരു പുതിയ ഗ്രന്ഥത്തിലൂടെ ആളുകളെ നയിക്കാൻ നബിക്കല്ല ആദ്യമായി കൊണ്ട് അള്ളാഹു വഹി കൊടുക്കുന്നത്, മറിച്ച് മുൻകാല പ്രവാചകന്മാർക്ക്. അതിൽ മൂസ അലൈഹിസ്സലാമിന് പ്രത്യേകം എടുത്തു പറയാം, മൂസ അലൈഹിസ്സലാമിന് വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട്. അൽ കിതാബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം തൗറാത്താണ്, അല്ലേ? തൗറാത്തിനെ പറ്റിയാണ് ഇവിടെ അൽ കിതാബ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം. ഇനി ആ തൗറാത്ത് ഇസ്രായേൽ വിഭാഗത്തിന്, ഇസ്രായേൽ ജനങ്ങൾക്ക് അവരുടെ മതനിയമങ്ങൾ ആ കാലത്തിന് യോജിച്ച രൂപത്തിൽ വളരെ വിശാലമായി വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു ഗ്രന്ഥമായിരുന്നു. വിശുദ്ധ ഖുർആനിനേക്കാൾ വിശദീകരണങ്ങൾ അടങ്ങിയിരുന്ന ഒരു വലിയ ഗ്രന്ഥമായിരുന്നു തൗറാത്ത് എന്ന് മുഫസ്സിറുകൾ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല, ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ആ ഗ്രന്ഥം ഇസ്രായേൽ ജനതയിലേക്ക് മാത്രമുള്ളതായിരുന്നു. എന്നാൽ വിശുദ്ധ ഖുർആൻ ഇനി വരാനിരിക്കുന്ന മുഴുവൻ ജനങ്ങളിലേക്കുമുള്ളതാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അള്ളാഹു പറയുന്നത് ഫലാ തകുൻ നീ ആകരുത് ഫി മിരിയത്തിൻ ഒരു ആശങ്കയിലും ഒരു സംശയത്തിലും മിൻ ലിഖാഇഹി അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിൽ. ഇവിടെ മുഫസ്സിറുകൾക്കിടയിൽ ഒരു വലിയ ഇഖ്തിലാഫ് അല്ലെങ്കിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ പല രൂപത്തിൽ വ്യാഖ്യാനിച്ചതായി വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു ചുരുക്കരൂപം അല്ലെങ്കിൽ മൊത്തത്തിൽ പറയുമ്പോൾ ഒരു 3 പ്രധാനപ്പെട്ട വിശദീകരണങ്ങൾ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ലിഖാഇ എന്ന ഒരു പദം, ആ പദമാണ് അള്ളാഹു ഇവിടെ പ്രയോഗിച്ചത്. ലിഖാഇ എന്ന പദത്തിന് കാണുക, ഏറ്റെടുക്കുക, സ്വീകരിക്കുക, കണ്ടുമുട്ടുക എന്നൊക്കെയാണ് അർത്ഥമുള്ളത്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു അർത്ഥത്തെ മുൻനിർത്തിക്കൊണ്ട് പല രൂപത്തിൽ മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചതായി നമുക്ക് കാണാൻ കഴിയും. അതിന് ഇവിടെ പ്രധാനമായും 3 രൂപത്തിലുള്ള വിശദീകരണമാണ് മുഫസ്സിറുകൾക്കിടയിൽ
നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്നാമത്തത് ഫലാ തകുൻ ഫി മിരിയത്തിൻ മിൻ ലിഖാഇഹി, അല്ലയോ നബിയെ, നീ അദ്ദേഹത്തെ കണ്ടുമുട്ടിയതിൽ നീ സംശയിക്കേണ്ട ആവശ്യമില്ല. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ അലൈഹിസ്സലാമിനെ കണ്ടുമുട്ടി. അപ്പോൾ അങ്ങനെ കണ്ടുമുട്ടിയതിൽ നീ യാതൊരുവിധ സംശയവും അല്ലെങ്കിൽ നീ യാതൊരു സംശയത്തിലും ആകേണ്ടതില്ല എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ ഒരു അഭിപ്രായം മൂസ നബിയുടെ ലിഖാഇനെ പറ്റിയാണ്. ഫലാ തകുൻ, നീ ആകരുത്, ഫി മിരിയത്തിൻ, ഒരു ആശങ്കയിലും ഒരു സംശയത്തിൽ, മിൻ ലിഖാഇഹി, അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽ അദ്ദേഹം കണ്ടുമുട്ടിയ കാര്യങ്ങളിൽ നീ സംശയം പ്രകടിപ്പിക്കരുത്. എന്ന് വെച്ചാൽ മൂസ അലൈഹിസ്സലാം ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്നതിൽ നിനക്കൊരു സംശയവും വേണ്ടതില്ല എന്ന് വിശദീകരിച്ച, എന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരെ നമുക്ക് കാണാം. മൂന്നാമത്തെ ഒരു രൂപം, മൂസ നബിക്ക് വേദഗ്രന്ഥം ലഭിച്ചല്ലോ, മൂസ നബി അലൈഹിസ്സലാം വേദഗ്രന്ഥത്തെ കണ്ടുമുട്ടി, അതിൽ നിനക്കൊരു സംശയം വേണ്ടതില്ല, നിനക്കും ഒരു വേദഗ്രന്ഥം ഇനി ലഭിക്കാനുണ്ട് എന്നതാണ് മൂന്നാമത്തെ ഒരു വിശദീകരണത്തിൻ്റെ രൂപത്തിൽ മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നത്. ഫലാ തകുൻ, നീയാകരുത്, ഫി മിരിയത്തിൻ, ഒരു സംശയത്തിൽ, മിൻ ലിഖാഇഹി, അദ്ദേഹം ആ വേദഗ്രന്ഥത്തെ കണ്ടുമുട്ടിയതിൽ. അപ്പോൾ തൗറാത്ത് എന്ന ഒരു വേദഗ്രന്ഥം മൂസ അലൈഹിസ്സലാമിന് നൽകിയിട്ടുണ്ട്, അതിൽ നിനക്കൊരു സംശയവും വേണ്ടതില്ല എന്നതാണ് മൂന്നാമത്തെ വിശദീകരണം നൽകിയ പണ്ഡിതന്മാരുടെ അഭിപ്രായം. എന്നാൽ ഇതിൽ മഹാനായ പ്രധാനമായ മുഫസ്സിറായി നമ്മൾ കണക്കാക്കുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള അധിക മുഫസ്സിറുകളുടെയും അഭിപ്രായം ഒന്നാമത്തെ അഭിപ്രായമാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ നബിയെ കണ്ടുമുട്ടിയിട്ടുണ്ട്, അതിൽ ആ കണ്ടുമുട്ടിയതിൽ നിനക്കൊരു സംശയവും വേണ്ടതില്ല. മൂസ നബിയെ കണ്ടുമുട്ടിയിട്ടുണ്ടോ ഇല്ലേ എന്ന രൂപത്തിൽ ഒരു സംശയത്തിനും നീ ഇടം കൊടുക്കേണ്ടതില്ല എന്നാണ് ഇവിടുത്തെ ഉദ്ദേശമെന്ന് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അല്ലെങ്കിൽ അധിക പണ്ഡിതന്മാരും പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാം. മിഅ്റാജിൻ്റെ രാത്രിയിലാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം മൂസ നബിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുമുട്ടിയത്. അത് ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മിഅ്റാജിൻ്റെ രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറിൽ നമസ്കരിക്കുന്നവനായി കൊണ്ട് കണ്ടു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ഹദീസിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണ് ആ ഹദീസ് ഉദ്ധരിക്കുന്നത്. അൻ ഇബ്നു അബ്ബാസിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ റഅയ്തു ലൈലതൻ ഉസ്രിയ ബി മൂസ, നബി മൂസ അലൈഹിസ്സലാമിനെ ഞാൻ ഇസ്രാഇൻ്റെ യാത്രയിൽ, ആ രാത്രിയിൽ ഞാൻ കണ്ടു. റജുലൻ ആദം ത്വിവാലൻ ജഅദൻ കഅന്നഹു മിൻ റിജാലി ശനൂഅ, യമനിലെ ശനൂഅ ഗോത്രത്തിൽപ്പെട്ട വളരെ നീണ്ട രൂപത്തിലുള്ള ഒരു മനുഷ്യൻ്റെ കോലത്തിലാണ്, ആ മനുഷ്യനെ പോലെയാണ്, നല്ല നീളമുള്ള ഒരു മനുഷ്യനെ പോലെയാണ് ഞാൻ മൂസ അലൈഹിസ്സലാമിനെ കണ്ടത് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ലമ്മ ഉസ്രിയ ബി ഇല സമാഇ, ആകാശത്തിലേക്ക് എന്നെ കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം യാത്ര പോയപ്പോൾ റഅയ്തു മൂസ യുസല്ലി ഫി ഖബ്രിഹി, മൂസ നബിയെ അദ്ദേഹത്തിൻ്റെ ഖബറിൽ അദ്ദേഹം നമസ്കരിക്കുന്നവനെ പോലെ ഞാൻ കാണുകയുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസുകളൊക്കെ വെച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞു, ഇവിടുത്തെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ നബിയെ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ കണ്ടുമുട്ടിയതിൽ പ്രവാചകരെ താങ്കൾക്കൊരു സംശയവും വേണ്ടതില്ല എന്നതാണ് ഇവിടുത്തെ ഉദ്ദേശമെന്ന് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നുണ്ട്. വജഅൽനാഹു, ഇനി വജഅൽനാഹു, നാം അദ്ദേഹത്തെ ആക്കി അല്ലെങ്കിൽ അതിനെ ആക്കി. ഇവിടുത്തെ ഈ അവ്യയം അഥവാ ഈ ലൊമീർ ജഅൽനാഹു എന്നതിലെ ഹു രണ്ട് രൂപത്തിലാണ് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന് വജഅൽനാഹു, നാം അദ്ദേഹത്തെ ആക്കി, മൂസ നബിയെ ആക്കി, ഹുദൻ, സന്മാർഗം കാണിക്കുന്നവനായി, ലിബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾക്ക്. രണ്ടാമത്തൊരു വിശദീകരണം വജഅൽനാഹു, നാം അതിനെ ആക്കി എന്ന് വെച്ചാൽ ആ തൗറാത്തിനെ ആക്കിയിട്ടുണ്ട്, ഹുദൻ ലിബനി ഇസ്രായേൽ, ഇസ്രായേൽ സന്തതികൾക്ക് മാർഗദർശനം എന്ന രൂപത്തിൽ. ഇങ്ങനെ രണ്ട് രൂപത്തിലാണ് ഇവിടുത്തെ
ജഅൽനാഹു എന്നതിലെ ഹു എന്ന ദമീറിനെ വിശദീകരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 24-ാമത്തെ ആയത്ത്, വജഅൽനാ മിൻഹും അഇമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ ലമ്മാ സ്വബറു വകാനൂ ബിആയാതിനാ യൂഖിനൂൻ. അവർ ക്ഷമ കൈക്കൊണ്ടപ്പോൾ നമ്മുടെ കൽപ്പനയനുസരിച്ച് ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന ചില നേതാക്കളെ നാം അവരിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്തു. അവർ നമ്മുടെ ആയത്തുകളിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തിരുന്നു. വജഅൽനാ മിൻഹും അവരിൽ നിന്നും നാം ഉണ്ടാക്കുകയും ചെയ്തു അഇമ്മത്തൻ ഇമാമിങ്ങളെ, ചില നേതാക്കളെ, യഹ്ദൂന അവർ മാർഗദർശനം നൽകുന്നു, ബി അംരിന നമ്മുടെ കൽപ്പന പ്രകാരം, ലമ്മാ സ്വബറു അവർ ക്ഷമിച്ചപ്പോൾ, വകാനു അവർ ആയിരുന്നു, ബി ആയാത്തിന നമ്മുടെ ആയത്തുകളിൽ, യൂഖിനൂൻ ദൃഢമായി വിശ്വസിക്കുന്നവർ. ആ ഇസ്രായേൽ സന്തതികൾ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ക്ഷമയോടെ അനുസരിച്ചത് നിമിത്തം, അവർ നേരിൽ കണ്ട ദൃഷ്ടാന്തങ്ങളിൽ ദൃഢമായി വിശ്വസിച്ചത് നിമിത്തം, ജീവിതത്തിൽ ശത്രുക്കളിൽ നിന്നും നേരിടേണ്ടി വന്ന പീഡനങ്ങളിൽ അതിയായി ക്ഷമിച്ച് സ്വന്തം നാട് വിട്ടത് നിമിത്തം അവരെ അള്ളാഹു സന്മാർഗത്തിലേക്ക് നയിക്കുന്ന, തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരാക്കി മാറ്റി എന്നതാണ് ഈ ആയത്തിൻ്റെ ഉദ്ദേശം. ഈ ആയത്തിൽ നിന്നും മുഫസ്സിറുകൾ ഒരു കാര്യം തെളിവായിക്കൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്. അഥവാ ഒരാൾക്ക് നന്മ പ്രവർത്തിക്കാനും തിന്മകൾ വർജിക്കാനും മതത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കാനും ക്ഷമയുണ്ടെങ്കിൽ, സ്വബറുണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ, ആയാത്തുകളിൽ ദൃഢമായ വിശ്വാസവും ഉണ്ടെങ്കിൽ അള്ളാഹു ആ മനുഷ്യനെ ദീനിൻ്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്നതാണ് മുഫസ്സിറുകൾ ഈ ആയത്തിനെ തെളിവ് പിടിച്ചുകൊണ്ട് വ്യക്തമാക്കി തരുന്നത്. അപ്പോൾ അവർക്ക് ഒരു നേതാവിന് ഉണ്ടാകേണ്ട 2 ഗുണം, ഒന്നാമത്തത് ദുനിയാവിൻ്റെ വിഷയത്തിൽ ക്ഷമിക്കുക എന്നതാണ്. പല മേഖലയിലും എല്ലാ നിലക്കും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ക്ഷമയുണ്ടാവുക, അതോടൊപ്പം തന്നെ അള്ളാഹുവിൽ ദൃഢമായി, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ദൃഢമായി വിശ്വാസം ഉണ്ടാവുകയും ചെയ്താൽ അള്ളാഹു അവനെ നേരെ ദീനിൻ്റെ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരും എന്നതാണ് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നത്. ഇഹലോകത്ത് ദുനിയാവിൽ ക്ഷമ കൈക്കൊണ്ടാലേ ഒരാൾ പിൻപറ്റപ്പെടുന്ന ആളുകളൊക്കെ പിന്തുടരുന്ന ഒരു നേതാവായി, ഇമാമായി മാറുകയുള്ളൂ എന്ന് മഹാനായ സുഫിയാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, വലാ യംബഗി ലിർറജുലി അൻ യകൂന ഇമാമൻ യുഖ്തദാ ബിഹി ഹത്താ യതഹാമ അനിദ്ദുനിയ. ദുനിയാവിൽ നിന്ന് മാറി നിൽക്കുക, ദുനിയാവിൽ നിന്ന് അതിൻ്റെ പരീക്ഷണങ്ങളിലും അതിൻ്റെ വളപളപ്പുകളിൽ നിന്നൊക്കെ മാറി നിൽക്കുമ്പോൾ അവൻ ആളുകളൊക്കെ പിൻപറ്റുന്ന ഒരു ഇമാമായി മാറും എന്ന് മഹാനായ സുഫിയാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ഈ ഒരു ക്ഷമയാണ് ഇസ്രായേല്യരുടെ ഒരു ഗുണമായി കൊണ്ട് അള്ളാഹു പറഞ്ഞത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ എല്ലാ രൂപത്തിലും ദുനിയാവിൻ്റെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും ക്ഷമ കൈക്കൊള്ളുന്നവനായിരിക്കും എന്ന് പ്രവാചകൻ മറ്റൊരുപാട് ഹദീത്തുകളിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. സ്വബറിൻ്റെ വിഷയം തന്നെ ധാരാളമായി കൊണ്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പല നിലക്കും ക്ഷമ കൈക്കൊള്ളുന്നവനാണ് വിശ്വാസി. പ്രത്യേകിച്ചും ദീനു പഠിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുണ്ടാകുന്ന ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, അതുപോലെ തന്നെ അതിൻ്റെ പിന്നാലെ കൂടാനും ഒരുപാട് പ്രയാസമുണ്ടാകും. അതൊക്കെ ആ പ്രയാസത്തിലൊക്കെ ക്ഷമിച്ചുകൊണ്ട് മതം പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അള്ളാഹു അവന് കൂടുതൽ അറിവ് കൊടുക്കും എന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ എത്രത്തോളം എന്ന് വെച്ചാൽ ഒരാൾ അവൻ മതനിഷ്ഠയുള്ളവനായി മാറണമെങ്കിൽ തന്നെ അവന് കൂടുതൽ അറിവുണ്ടായിരിക്കണമെന്നതാണ്. മഹാനായ സുഫിയാൻ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയാണ്, ലാബുദ്ദലി ദീനി മിനൽ ഇൽമി കമാ ലാബുദ്ദലിൽ ജസദി മിനൽ ഖുബുസ്. ഒരാൾക്ക് അവൻ്റെ മതനിഷ്ഠ പ്രകാരം ദീനനുസരിച്ച് ജീവിക്കാൻ ഒരാൾക്ക് സാധിക്കണമെങ്കിൽ അവന് അറിവുണ്ടായിരിക്കണം, അറിവ് നേടിയിരിക്കണം. ഏതുപോലെ? കമാ ലാബുദ്ദലിൽ ജസദി മിനൽ ഖുബുസ്, ശരീരം നിലനിർത്താൻ ഭക്ഷണം എത്രത്തോളം ആവശ്യമാണ് എന്നതുപോലെ ഒരാൾക്ക് മുസ്ലിമായിക്കൊണ്ട് ജീവിക്കണമെങ്കിൽ തന്നെ ഇൽമുണ്ടായിരിക്കണം എന്ന് മഹാനായ സുഫിയാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തരുന്നതായി നമുക്ക് കാണാം. ഇനി 25-ാമത്തെ ആയത്ത്, ഇന്ന റബ്ബക ഹുവ യഫ്സുലു ബൈനഹും യൗമൽ ഖിയാമത്തി
ഫീമാ കാനു ഫീഹി യഖ്തലിഫൂൻ, നിശ്ചയമായും അവർ ഭിന്നിച്ചുകൊണ്ടിരുന്ന കാര്യത്തിൽ നിന്റെ റബ്ബ് തന്നെ അവർക്കിടയിൽ ഖിയാമത്ത് നാളിൽ തീരുമാനം ചെയ്യുന്നതാണ്. ഇന്ന റബ്ബക, നിശ്ചയമായും നിന്റെ റബ്ബ്, ഹുവ, അവൻ തന്നെ, യഫ്സിലു, തീരുമാനം ചെയ്യും, തീർപ്പ് കൽപ്പിക്കും, പിരിച്ചുവിടും, ബൈനഹും, അവർക്കിടയിൽ, യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ, ഫീമ, യാതൊന്നിൽ, കാനു, അവരായിരുന്നു, ഫീഹി, അതിൽ, യഖ്തലിഫൂൻ, ഭിന്നിക്കുന്നവരായിരുന്നു. അപ്പോൾ അവർ ഭിന്നിക്കുന്നവരായിരുന്ന എല്ലാ വിഷയത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ വിധി തീർപ്പാക്കും എന്നാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. ഖിയാമത്ത് നാളിൽ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കുമിടയിൽ, ഇസ്രായേല്യരിലെ സജ്ജനങ്ങളുടെയും ദുർജനങ്ങളുടെയും ഇടയിൽ അള്ളാഹു കൃത്യമായി കൊണ്ട് വിധി തീർപ്പാക്കും എന്നതാണ് ഇവിടുത്തെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ ഈ ആയത്തിൻ്റെ വിശദീകരണം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ 24-ാമത്തെ ആയത്ത് നമ്മൾ പഠിച്ചപ്പോൾ നമുക്കൊരു സ്വാഭാവികമായും ഒരു സംശയം ഉണ്ടായേക്കാം. ഇസ്രായേൽ ജനത നമ്മൾ പഠിച്ചത് പ്രകാരം, അല്ലെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കിയത് പ്രകാരം അങ്ങേയറ്റം നന്ദികേട് കാണിച്ച ആളുകളായിരുന്നല്ലോ അല്ലേ? അള്ളാഹിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ണുകൊണ്ട് നേരിട്ട് കണ്ട ആളുകളായിരുന്നു അവർ. എന്നിട്ടും അവർ ഭൂരിപക്ഷം ആളുകളും വഴിപേച്ചുപോയി. ആ ദൃഷ്ടാന്തങ്ങളിൽ നിന്നൊക്കെ സത്യം ഉൾക്കൊള്ളാതെ, അള്ളാഹുവിന് മനസ്സിലാക്കാതെ ധിക്കാരികളായി, അഹങ്കാരികളായി അവർ മാറി. അവർ നന്ദികേട് കാണിച്ചു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. പിന്നെന്താ അങ്ങനെ അള്ളാഹു ഇങ്ങനെ പറയാൻ കാരണം? എന്നിട്ടും ഇത്രയും നന്ദികേടൊക്കെ കാണിച്ചിട്ടും ഇവരെ അള്ളാഹു നേതാക്കന്മാരാക്കി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ ഒരു പക്ഷേ നമ്മൾ 24-ാമത്തെ ആയത്ത് പഠിച്ചപ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു സംശയം വന്നേക്കാം. അതിനുള്ള ഉത്തരമാണ് 25-ാമത്തെ ആയത്ത്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഇസ്രായേൽ സന്തതികൾക്കിടയിൽ ഇഖ്തിലാഫ് ഉണ്ടായിട്ടുണ്ട്, അത് അള്ളാഹു പറയാണ്. അപ്പോൾ നമുക്കുണ്ടായേക്കാവുന്ന ഒരു സംശയത്തെ അള്ളാഹു ഇല്ലാതാക്കുകയാണ് 25-ാമത്തെ ആയത്തിൽ. അവർ ഭിന്നിച്ചിരുന്ന, അല്ലെങ്കിൽ അവർ വിഭിന്ന അഭിപ്രായങ്ങൾ നിലനിർത്തി പോന്നിരുന്ന ആ വിഷയത്തിൽ അള്ളാഹു തീർപ്പാക്കും എന്ന ഒരൊറ്റ വാചകത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇസ്രായേലിലെ ആളുകൾ, ഇസ്രായേൽ ജനങ്ങൾ ഒരുപാട് വിഷയത്തിൽ ഇഖ്തിലാഫിലായിരുന്നു. ഭൂരിഭാഗം ആളുകളും, ആ ജനതയിലെ, ഇസ്രായേൽ ജനതയിലെ ഭൂരിഭാഗം ആളുകളും പുനരുദ്ധാരണ ദിവസത്തിൻ്റെ വിഷയത്തിൽ, നരകസ്വർഗങ്ങളുടെ വിഷയത്തിൽ, അങ്ങനെ തുടങ്ങി മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്ത മതപരമായ എല്ലാ വിഷയങ്ങളിലും ഭിന്നത പ്രകടിപ്പിച്ചവരായിരുന്നു. അപ്പോൾ ആരാണ്, ഏത് വിഭാഗത്തിൻ്റെ അടുക്കലാണ് സത്യമെന്ന്, സത്യവും അസത്യവും വേർതിരിക്കുന്ന ഒരു ദിവസത്തിൽ അള്ളാഹു ഇസ്രായേൽ സന്തതികൾക്കിടയിൽ, ഇസ്രായേൽ ജനങ്ങളുടെ ഇടയിൽ അടക്കം മൊത്തത്തിൽ എല്ലാവരുടെയും ഇടയിൽ അള്ളാഹു വിധി തീർപ്പാക്കും എന്നാണ് ഈ ആയത്തിൻ്റെ വിശദീകരണമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പിന്നെ 24-ാമത്തെ ആയത്തിൽ അള്ളാഹു അവരെ, ഇസ്രായേൽ ജനങ്ങളിലെ ആളുകളെ അള്ളാഹു നേതാക്കന്മാരാക്കുമെന്ന് പറഞ്ഞതും മുഫസ്സിറുകൾ പറയുന്നു അവിടുത്തെ ഉദ്ദേശം ഇസ്രായേൽ ജനങ്ങളിലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിൻപറ്റിയിരുന്ന സത്യവിശ്വാസികളുണ്ടായിരുന്നു. ആ സത്യവിശ്വാസികളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നേതാക്കന്മാർ ആക്കിയിട്ടുണ്ട് എന്നതാണ് 24-ാമത്തെ ഉദ്ദേശം. അത് 24-ാമത്തെ ആയത്തിൻ്റെ ഉദ്ദേശം എന്ന് മുഫസ്സിറുകൾ വളരെ വ്യക്തമായി കൊണ്ട് പറഞ്ഞു തരുന്നുണ്ട്. ഹദാ വല്ലാഹു തആല അഅലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.